അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, നാളെയും മറ്റന്നാളുമാണ് നമ്മുടെ മുഹറം 9, 10 നോമ്പ് നോക്കേണ്ടത്. എല്ലാവരും എടുത്തു വിടുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഒരു വാചകമുണ്ട്, ഫസ്തഖിം കമാ ഉമിർത. നിന്നോട് എങ്ങനെയാണോ അള്ളാഹു കർമ്മങ്ങൾ ചെയ്യാൻ കൽപ്പിച്ചത് അതിൽ അടിയുറച്ച് നീ നിൽക്കുക. ഫസ്തഖിം കമാ ഉമിർത, നിന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നേരായ മാർഗത്തിൽ നീ അടിയുറച്ച് നിൽക്കണം, നിലകൊള്ളണം എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയാൻ. നമ്മൾ മുസ്ലിമാണ് അല്ലേ? ഉറപ്പാണ്. മുഅ്മിനാണോ? അത് നമ്മളൊന്ന് ആലോചിക്കണം. ഓക്കെ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂനു ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവൂല. മുസ്ലിമാണ് നിങ്ങളൊക്കെ, മുഅ്മിനാവൂല. എപ്പോ? അത് മുഅ്മിനാവണമെങ്കിൽ ഹത്താ യകൂനു ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി, അള്ളാഹു അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ ജീവിക്കണം, ആ കാര്യങ്ങൾ പരിപൂർണമായും പിൻപറ്റുന്നത് വരെ നമ്മൾ ആരും പൂർണ്ണ മുഅ്മിനാവുന്നില്ല. പക്ഷെ നമ്മൾക്ക് ആ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മൾ അതിലേക്ക് പരിശ്രമിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. വത്തൗഫീഖു ലിൽ അഅമാലി സ്വാലിഹത്തി മിൻ ഫദ്ലില്ലാഹി വറഹ്മതി. തൗഫീഖ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയ സാധനമാണ്, ഭയങ്കര സംഭവമാണ്. അമലു സ്വാലിഹ്, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് ഉണ്ടാകുക. ആ തൗഫീഖ് ഉണ്ടാവണം. ആ തൗഫീഖ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ പരിശോധിക്കണം. നമ്മൾ എത്രത്തോളം എങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട് എന്നുള്ളത്. ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, ഐ ഫൈൻഡ് ദ ഹാർഡർ ഐ വർക്ക് the more I have of it. എന്നുവെച്ചാൽ ഞാൻ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുണ്ടോ, more I have it, ഞാൻ അതിനേക്കാൾ നേടിക്കൊണ്ടേയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എത്ര കഷ്ടപ്പെടുന്നു അത്രയും എനിക്ക് വിജയിക്കാൻ പറ്റും. അള്ളാഹുവിലേക്ക് അടിയുറച്ച് നിൽക്കുക. നമ്മൾ ഈ ദുനിയാവിൽ നമ്മൾ കാണുന്നൊക്കെ എന്തൊക്കെയോ ആണ്. അതിനിടയ്ക്ക് കൃത്യമായ സമയം കണ്ടെത്താൻ എനിക്ക് പറ്റിയാൽ എനിക്ക് വിജയമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ലാ യദ്ഖുലൂനൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ. മുഅ്മിൻ, നമ്മൾ മുഅ്മിനാവണം. എങ്ങനെ ആവണം പറഞ്ഞിട്ടുണ്ട്. ആ മുഅ്മിനായാലേ സ്വർഗത്തിൽ കിടക്കൂന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചൊക്കെ, എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? നമ്മൾ പറയും ഞാൻ സ്വർഗത്തിലാണ്, ഞാൻ മുസ്ലിമാണ് സ്വർഗത്തിലാണ്. ഓക്കെ ആണ്, അല്ലാന്ന് പറയില്ല. പക്ഷേ അതിനൊക്കെ കുറെ കടമ്പകളുണ്ട്. മുഅ്മിനാണോ? സ്വർഗത്തിലാണ്, സ്വർഗത്തിലെത്തി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഒന്ന് പരിശ്രമം നമ്മളൊന്ന് ഊർജിതമാക്കണം, ഒന്ന് അടിയുറച്ച് നിൽക്കാൻ. എവിടെ? എൻ്റെ കർമ്മങ്ങളിൽ, എൻ്റെ അമലുകളിൽ. ഞാൻ മാത്രം ചെയ്താൽ രക്ഷപ്പെടൂല. ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാന്ന്. നീ നിന്നെ മാത്രം പോരാ, നിന്റെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാക്കണം. ഞാൻ ഭയങ്കര നിസ്കാരം നോമ്പാണ്, എൻ്റെ വീട്ടിലുള്ള മക്കൾ ചെയ്യുന്നില്ല, എൻ്റെ ഭാര്യ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ചെയ്യുന്നില്ല, ഞാനും തോറ്റു. ഞാൻ എത്ര നിസ്കരിച്ചാലും എൻ്റെ നിസ്കാരമൊക്കെ ബാത്തില്ല. കാരണം എന്താ? എൻ്റെ വീട്ടുകാരെ കൊണ്ട് ചെയ്യിക്കണില്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്നില്ല, അവർ നന്നാവുന്നില്ല, ഞാൻ മാത്രം നന്നായിട്ടുണ്ട്. അങ്ങനെ ഒന്നാക്ക് വേണ്ട. മനസ്സിലാവണില്ലേ? കുടുംബത്തെ എന്തിനാണ് നൽകിയത്? ആ കുടുംബം ഒന്നടങ്കം നന്നാവാനാണ്. അപ്പം അള്ളാഹു നമുക്കതിന് ഭാഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കുക. ഐ ഫൈൻഡ് ദ ഹാർഡർ വർക്ക്. നന്നായി ഞാൻ പരിശ്രമിക്കുന്നു. അപ്പം എന്തുണ്ടാകും? ദ മോർ ഐ ഹാവ് ഓഫ് ഇറ്റ്, നന്നായി അതെനിക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഹാർഡർ വർക്ക് ആവണം, നന്നായി പരിശ്രമിക്കുക. പരിശ്രമം മൻ ജദ്ദ വജദ, അത് വിജയമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.